പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിലായി +1 ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഫിസിക്കൽ വേൾഡ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഒരു പുതിയ പാഠവുമായി എത്തിയിരിക്കുകയാണ്. ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററാണ്. ഫിസിക്സിലെ വളരെ ബേസിക് ആയിട്ടൊരു ചാപ്റ്ററാണ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്. യൂണിറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സാധനം തന്നെയാണ്. അപ്പോൾ അത് ഫിസിക്സിൽ ഏതൊരു മെഷർമെന്റും ഫിസിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ അളവുകളും ഒക്കെ ഉള്ള ഒരു ശാസ്ത്ര ശാഖയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും യൂണിറ്റുകളൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സയൻസിന്റെ ബ്രാഞ്ച് ആണ് ഫിസിക്സ്. അതിനെ പറ്റിയൊക്കെയുള്ള ഒരു ബേസിക് ചാപ്റ്റർ തന്നെയാണ് യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്നുള്ള ചാപ്റ്റർ. പക്ഷെ ആ ഒരു ചാപ്റ്റർ നമ്മൾ പിന്നീടാണ് എടുക്കുന്നത്. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾ പഠിച്ച പല കാര്യങ്ങളും വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫിസിക്സിൽ രണ്ടാമത്തെ ചാപ്റ്റർ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്, മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ ആണ്, നാലാമത്തെ ചാപ്റ്റർ മോഷൻ എ പ്ലെയിനും ആണ്. നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആവണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ചാപ്റ്റർ എടുത്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. രണ്ടാമത്തെ മൂന്നാമത്തെ ചാപ്റ്ററുകളൊക്കെ നമ്മൾ ഇതിനു ശേഷം എടുക്കുന്നതാണ്. ലോസ് ഓഫ് മോഷൻ എന്നുള്ള ഈ ചാപ്റ്റർ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതിന്റെ 8ലും 9ലും 10ലും ഒക്കെ നിങ്ങൾ പഠിച്ചതിന്റെ ഒരു ബാക്കിയായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഒക്കെ, ഫോഴ്സും ഫ്രിക്ഷനും ഒക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ചാപ്റ്റർ തുടങ്ങുന്നത് ഫോഴ്സ്, ബലം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞിട്ടാണ്. വാട്ട് ഈസ് ഫോഴ്സ് എന്നുള്ള ഒരു ചോദ്യമൊന്നും ഹയർ സെക്കൻഡറി തലത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഭാഗം ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ രൂപത്തിൽ നമ്മൾ പറഞ്ഞു പോവാണ്. ബലം, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഈസ് എ പുഷ് ഓർ എ പുൾ വിച്ച് പ്രൊഡ്യൂസസ് ദ ഫോളോവിങ് ഇഫക്റ്റ്. അല്ലെ, ബലം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പുഷ്, ഒരു തള്ളലോ ഒരു വലിക്കലോ ആണ്. വിച്ച് പ്രൊഡ്യൂസ് ദി ഫോളോവിങ് ഇഫക്റ്റ്. ഇങ്ങനത്തെ താഴെ കൊടുത്തിരുന്ന ഇഫക്റ്റുകളൊക്കെ സാധാരണ ഇതിൽ താഴെ പറയുന്ന ചില ഇഫക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാത്തിനും നമ്മൾ സാധാരണ ഫോഴ്സ് എന്നാണ് വിളിക്കുക. മൂവ്സ് എ സ്റ്റേഷനറി ബോഡി, അല്ലെ, ഒരു റെസ്റ്റിലുള്ള നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കുന്നത്, അതിന് ഫോഴ്സ് ആവശ്യമാണ്. സ്റ്റോപ്സ് എ മൂവിങ് ബോഡി, മൂവ് ചെയ്യുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നിർത്തുന്നതിന് നമുക്ക് ഫോഴ്സ് ആവശ്യമാണ്. അല്ലെ, സാധാരണ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ നിശ്ചലാവസ്ഥയിലുള്ള ഒരു പന്തിന് നമ്മൾ തട്ടണമെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കണം. മൂവ് ചെയ്തുകൊണ്ട് വരുന്ന ബോൾ നിർത്തണമെങ്കിലും നമ്മൾ ഫോഴ്സ് കൊടുക്കണം. ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെ. ചേഞ്ച് ദ സ്പീഡ് ഓഫ് മൂവിങ് ബോഡി, അല്ലെ, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ, അതിന്റെ വേഗത കൂട്ടണമെങ്കിലും വേഗത കുറക്കണമെങ്കിലും ഒക്കെ നമുക്ക് ഫോഴ്സ് കൊടുക്കണം. ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് എ മൂവിങ് ബോഡി, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ ദിശ മാറ്റാൻ, ഒരു വസ്തു ഒരു ഡയറക്ഷനിൽ വരുന്നു, നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പറഞ്ഞേക്കാം, വേറെ ദിശയിലേക്ക് ഒക്കെ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ ചേഞ്ച് ചെയ്യിക്കണമെങ്കിൽ നമുക്കൊരു ഫോഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. ചേഞ്ച് ദ ഡയമെൻഷൻ ഓഫ് എ ബോഡി, ഒരു വസ്തുവിന്റെ ഡയമെൻഷൻ മാറ്റണമെങ്കിൽ, അതിന്റെ ഏരിയ, അതിന്റെ വലിപ്പോ അല്ലെങ്കിൽ അതിന്റെ നീളോ വീതിയോ അതിന്റെ സൈസോ ഒക്കെ. ഇപ്പൊ നമ്മളൊരു നമ്മളെ കയ്യിലൊരു ബോഡി ഉണ്ട്, നമ്മൾ ചിലപ്പോൾ കൈ കൊണ്ട് അമർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഷേപ്പ് മാറും, അതിന്റെ വോളിയം കുറയും, ചിലപ്പോൾ അങ്ങനെയൊക്കെ നീളം കുറക്കാനൊക്കെ നമുക്ക് പറ്റും. അങ്ങനെയൊക്കെ കൊടുക്കാൻ നമ്മൾ ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഒരു വസ്തുവിന്റെ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യിക്കാനും നമുക്ക് ഫോഴ്സിന് കഴിയും. അപ്പോൾ വാട്ട് ഈസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഏതെങ്കിലും അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഈ ഇഫക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പുഷ് ഓർ പുൾ, അതിനെ നമ്മൾ ഫോഴ്സ് എന്ന് വിളിക്കുക. ഫോഴ്സിനെ നമുക്ക് പല രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ടൈപ്സ് ഓഫ് ഫോഴ്സിൽ കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും ഉണ്ട്. ജസ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് ഫോഴ്സും ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി. ഞാൻ പറഞ്ഞു ഈ ഫോഴ്സ് എന്നുള്ള ഈ ഭാഗത്തുനിന്ന് സാധാരണ അങ്ങനെ പരീക്ഷയ്ക്കൊന്നും ചോദിക്കാറില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും, സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും, മലയാളത്തിൽ നമുക്ക് അങ്ങനെ പറയാം.
മലയാളം മീഡിയം കഴിഞ്ഞ കുട്ടികൾക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ കുറച്ച് മലയാളം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സമ്പർക്ക ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബലം കൊടുക്കണമെങ്കിൽ, ഫോഴ്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ റിയൽ ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാവണം. ഇപ്പൊ നമുക്ക് ഒരു സാധനം ഉയർത്തണമെങ്കിൽ, ഇപ്പൊ നമ്മൾ പിന്നെ ഒരു വടി നമ്മൾ അല്ലെങ്കിൽ ഒരു കല്ല് നമ്മൾ ഭൂമിയിൽ നിന്ന് ഉയർത്തുകയാണ്. അങ്ങനെ ഉയർത്തണമെങ്കിൽ നമ്മൾ ആ കല്ലുമായിട്ട് നമ്മളെ കൈ നേർക്ക് പിടിക്കണം, അല്ലെ? ഫിസിക്കൽ കോണ്ടാക്റ്റിൽ വരണം. നമുക്കൊരു പിന്നെ അല്ലെങ്കിൽ ഒരു കുതിരവണ്ടി വലിച്ചുകൊണ്ട് പോവാണ്. അപ്പൊ കുതിരയും കുതിരവണ്ടിയും തമ്മിൽ ഒരു കണക്ഷൻ വേണം, തമ്മിലൊരു ഫിസിക്കൽ കോണ്ടാക്ട് വേണം. എന്നാലേ, അല്ലാതെ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ കുതിര ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പിന്നെ ഹോസ് കാർട്ട് ഇങ്ങനെ വരിക എന്നുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് വേണം. മസ്കുലാർ ഫോഴ്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് ഒക്കെ അങ്ങനത്തെ ഫോഴ്സുകളെയാണ് നമ്മൾ നോർമൽ ഫോഴ്സും ടെൻഷനും സ്പ്രിംഗ് ഫോഴ്സും ഇതൊക്കെ സാധാരണ ഇതിൽ കോണ്ടാക്ട് ഫോഴ്സുകളാണ്. സമ്പർക്കമുള്ള റിയൽ ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടോ നോക്കിയാൽ മതി. ഒറിജിനൽ ആയിട്ടൊരു ഫോഴ്സ് കൊടുക്കുന്ന വസ്തുവും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന വസ്തുവും തമ്മിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കും. നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പർക്കരഹിത ബലമാണ്. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ബോഡികൾ തമ്മിൽ, ഫോഴ്സ് കൊടുക്കുന്നതും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ബോഡികൾ തമ്മിൽ ഒരു റിയൽ ഫിസിക്കൽ കോണ്ടാക്ട് ഇല്ലാതെ കൊടുക്കാൻ പറ്റുന്ന ഫോഴ്സുകൾ. ഇപ്പൊ മാഗ്നറ്റിക് ഫോഴ്സ്, ഒരു മാഗ്നറ്റിന്റെ അടുത്ത് വേറൊരു മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് പിന്നെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു അയണിന്റെ അടുത്ത് കൊടുന്ന് വെച്ചാൽ മതി. റിയൽ ടച്ചിങ് വേണമെന്നില്ല, എന്നാൽ അതിനെ അട്രാക്ട് ചെയ്യും. ഒരു മാഗ്നറ്റിന്റെ അടുത്ത് വരുമ്പോൾ അട്രാക്ഷൻ റിപ്പൽഷൻ ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഒരു ചാർജുകൾ കൊണ്ടുവരുമ്പോൾ ഇതേപോലെ ചാർജുകൾ അട്രാക്റ്റീവ് റിപ്പൽഷൻ ഒക്കെ ചെയ്യും. അടുത്ത് കൊണ്ടുവന്നാൽ തന്നെ മതി. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞു പിന്നെ ഒരു മാംഗോ ട്രീയിലുള്ള ഒരു മാംഗോനെ എർത്ത് താഴേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പിന്നെ അവിടുന്ന് ഞെട്ടിട്ട് കഴിഞ്ഞാൽ ഈ മാങ്ങ ഭൂമിയിലേക്ക് വരും, ഭൂമി അതിനെ താഴേക്ക് വലിക്കും. അങ്ങനെ വലിക്കണമെങ്കിൽ ഈ മാങ്ങയും ഭൂമിയും തമ്മിൽ ഒറിജിനൽ ഫിസിക്കൽ ടച്ച് വേണം? വേണ്ട. അപ്പോൾ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാനും പിന്നെ നമുക്ക് സമ്പർക്കരഹിത ബലമാണ്. അപ്പൊ നമുക്ക് ഫോഴ്സിനെ ഇങ്ങനെ രണ്ട് രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്, നോൺ കോണ്ടാക്ട് ഫോഴ്സും ഉണ്ട്. മറ്റൊരു രൂപത്തിൽ നമുക്ക് ഫോഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയ ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും ആണ്. പിന്നെ സന്തുലിത ബലവും അസന്തുലിത ബലവും. ബാലൻസ്ഡ് ഫോഴ്സ് എന്താ? സന്തുലിത ബലം. ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ട് ടീമുകൾ, രണ്ട് ബോഡികൾ ഒരേ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, നോക്കൂ, ഇവിടെ നമുക്ക് പിന്നെ ഒരു ടഗ് ഓഫ് വാർ മത്സരത്തിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. രണ്ട് ടീമും ഒരേ ഫോഴ്സ് കൊടുക്കുന്നു. ആദ്യത്തെ ചിത്രത്തിൽ 300 ന്യൂട്ടൺ, മറ്റേ ടീമും 300 ന്യൂട്ടൺ തന്നെ കൊടുക്കണം. അങ്ങനെ റോപ്പ് എങ്ങോട്ടാ മൂവ് ചെയ്യുക? എങ്ങോട്ട് മൂവ് ചെയ്യില്ല, അത് അവിടെ തന്നെ നിൽക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുപേരും ഇവിടെ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഫോഴ്സിന്റെ ഇഫക്റ്റ് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ ഇത് ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അപ്പൊ നമ്മളൊരു പിന്നെ ഡെസ്കിന്റെ ഒരു എടുത്തിട്ട് അതിന്റെ ഒരു സൈഡിൽ നിന്ന് ഒരാളും മറ്റേ സൈഡിൽ നിന്ന് മറ്റൊരു കുട്ടിയും കൂടി ഇങ്ങനെ തള്ളുകയാണ്. രണ്ടുപേരും ഒരേ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഡെസ്ക് എങ്ങോട്ട് മൂവ് ചെയ്യൂല. നമുക്ക് പറയാൻ പറ്റും അവിടെ ബാലൻസ്ഡ് ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസന്തുലിത ബലം. എന്താ അസന്തുലിത ബലം? ഏതെങ്കിലും ഒരു ടീം ഇപ്പോൾ ടഗ് ഓഫ് വാറിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ റോപ്പ് അവരുടെ സൈഡിലേക്കാണ് നീങ്ങുക. അപ്പോൾ അവർ കൂടുതൽ ഫോഴ്സ് കൊടുത്തു. ഒരാൾ 400 ന്യൂട്ടൺ, മറ്റു 300 ന്യൂട്ടൺ ആണ് ഇവിടെ കൊടുക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഇതൊരു പിന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു അസന്തുലിത ബലമാണ്, ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അപ്പൊ ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ രണ്ടും ഫോഴ്സും ഒരേ വാല്യൂ ആണെങ്കിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ, if two forces are equal and in opposite, equal in magnitude and opposite direction, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റും that two forces acting on the body of the same body is called balanced forces. നമ്മൾ ഡെഫിനിഷൻ ഒന്നും അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് പിന്നെ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഇങ്ങനെ രണ്ട് ബലത്തിന് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. അതൊന്ന് ബാലൻസ്ഡ് ആണ്, അൺബാലൻസ്ഡ് ആണ് എന്ന രൂപത്തിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. നമുക്കിതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച സാധനങ്ങളാണ്. ഇതിന്റെ ഒക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിടുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോഴ്സിനെ വേറെ രൂപത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ടൈപ്സ് ഓഫ് ഫോഴ്സിനെ നമുക്ക് ഇന്റേണൽ ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും, ആന്തരിക ബലവും ബാഹ്യ ബലവും, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഫോഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്താ ആന്തരിക ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയിൽ ഇരുന്ന് അതേ ബോഡിയിൽ തന്നെ ഫോഴ്സ് കൊടുക്കുകയാണ്. ഇഫ് ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ബോഡി ബൈ സിറ്റിംഗ് അല്ലെങ്കിൽ ബൈ ഫ്രം ദി ബോഡി, ആ ബോഡിയിൽ തന്നെ ആ ബോഡിയിൽ ഫോഴ്സ് കൊടുക്കുക. നമ്മളൊരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കാലൊക്കെ പൊന്തിച്ചിട്ട് കസേര ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നമ്മളിങ്ങനെ ഉപയോഗിച്ചിട്ട് പിന്നെ കസേര ഇങ്ങനെ പൊക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് പൊക്കാൻ കഴിയുമോ? പൊക്കാൻ കഴിയൂല. കാരണം ഇന്റേണൽ ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു കാറിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ കാറിനെ അങ്ങനെ തള്ളുകയാണെങ്കിൽ കാറ് പോവോ? പോവില്ല. നമ്മള് പിന്നെ അപ്പോ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൽ ഇരുന്നിട്ട് അതേ വസ്തുവിൽ തന്നെ ഫോഴ്സ് കൊടുക്കുക. ഇതിനാണ് ഇന്റേണൽ ഫോഴ്സ് എന്ന് വിളിക്കുക.
ഇന്റേണൽ ഫോഴ്സിനും മോഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഈ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബാഹ്യബലം. ഇപ്പൊ നമ്മൾ കാറിന്റെ പുറത്ത് നിന്നിട്ട് കാറിന് പിന്നെ ബലം കൊടുക്കുകയാണെങ്കിൽ, കാറിനെ തള്ളുകയാണെങ്കിൽ കാർ മൂവ് ചെയ്യും. കസേരന്റെ പുറത്തിരുന്നിട്ട് നമ്മൾ കാല് നിലത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ കസേരന്റെ പുറത്തിരുന്നിട്ട് നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് കസേരനെ പൊക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. മാത്രമല്ല അൺബാലൻസ്ഡ് ഫോഴ്സും വേണം, എന്നാലേ മോഷൻ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പൊ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ്, ബാഹ്യമായ അസന്തുലിതമായ ഒരു ബാഹ്യബലം, അതാണ് എപ്പോഴും മോഷൻ ഉണ്ടാക്കാൻ കഴിയുക. അപ്പൊ നമ്മൾ ഫോഴ്സ് എന്താണ്, ഫോഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. മറ്റൊരു ചെറിയൊരു ഭാഗം കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഇനേർഷ്യ. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത് തന്നെയാണ് ഇനേർഷ്യ, ജഡത്വം എന്ന് മലയാളത്തിൽ പറയും. ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്റ്റ് ബോഡി, ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ബോഡി ബൈ വിച്ച് എ ബോഡി അറ്റ് റെസ്റ്റ് ടെൻസ് ടു റിമെയിൻ അറ്റ് റെസ്റ്റ് ആൻഡ് എ ബോഡി ഇൻ മോഷൻ ടെൻസ് ഇൻ യൂണിഫോം മോഷൻ അലോങ് ദി സെയിം സ്ട്രേറ്റ് ലൈൻ. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി ബൈ വിച്ച് ഇറ്റ് റെസിസ്റ്റ് ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ. ഒരു ബോഡിക്ക്, ഏതൊരു ബോഡിക്കും അതിൽ അപ്പൊ ഓൾറെഡി ആ ഉള്ള സ്റ്റേറ്റിൽ ഒന്നെങ്കിൽ അത് പിന്നെ റെസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ റെസ്റ്റ് തന്നെ നിൽക്കാൻ, അതല്ല ഓൾറെഡി മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പിന്നെ സ്ട്രെയിറ്റ് ലൈനിലൂടെ, ഒരു നേർരേഖയിലൂടെ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റും സമാന വേഗതയിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു നേർരേഖയിലൂടെ സമാന ചലനത്തിലോ നിശ്ചലാവസ്ഥയിലോ ഒരു ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡിക്ക് അതേ സ്റ്റേറ്റിൽ തന്നെ നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും, ഒരു പ്രവണത ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഇനേർഷ്യ, ജഡത്വം എന്ന് വിളിക്കുക. ഒരു ബോഡി റെസ്റ്റിലാണ്, അപ്പൊ ആ ബോഡിക്ക് എന്തിനാ ടെൻഡൻസി ഉണ്ടാവുക, റെസ്റ്റിൽ തന്നെ നിൽക്കാനാണ് ടെൻഡൻസി ഉണ്ടാവുക, അല്ലെ? ഇപ്പൊ ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു യൂണിഫോം മോഷനിൽ ആണ് ഒരു ബോഡി ഉള്ളത്, ഒരു നേർരേഖയിലൂടെ സമാന ചലനത്തിലാണ് ഒരു ബോഡി ഉള്ളത്, ഒരേ സ്പീഡിൽ ഇങ്ങനെ ഒരു നേർരേഖയിലൂടെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ബോഡിക്ക് എന്തിനാ ടെൻഡൻസി ഉണ്ടാവുക, അതേപോലെ അതേ ഡയറക്ഷനിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കാനാണ് ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ അതിനിഷ്ടം അതേപോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കാനാണ്. ഈ ഒരു ടെൻഡൻസിനെയാണ് നമുക്ക് ഇനേർഷ്യ എന്ന് വിളിക്കുക. നിങ്ങളെ പ്രിന്റഡ് നോട്ടിൽ ഞാൻ 2 രൂപത്തിൽ ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും പഠിച്ചാൽ മതി. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞത് ആ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി, അതൊരു പ്രവണതയാണ്, ബൈ വിച്ച് എ ബോഡി അറ്റ് റെസ്റ്റ് ടെൻസ് ടു റിമെയിൻ അറ്റ് റെസ്റ്റ്. നിശ്ചലാവസ്ഥയിൽ ഒരു ബോഡിക്ക് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അല്ലെങ്കിലോ ആൻഡ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ ടെൻസ് ടു റിമെയിൻ ഇൻ യൂണിഫോം മോഷൻ അലോങ് ദി സെയിം സ്ട്രേറ്റ് ലൈൻ. നേർരേഖയിലൂടെ സമാന ചലനത്തിൽ ഒരു ബോഡിക്ക് അതേ സമാന ചലനത്തിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഇതിനെയാണ് ഇനേർഷ്യ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡെഫിനിഷൻ പറയാൻ പറ്റും, നിങ്ങൾ പ്രിന്റഡ് നോട്ടിൽ ഉണ്ടാവും, ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി ബൈ വിച്ച് ഇറ്റ് റെസിസ്റ്റ് ടു ചേഞ്ച് the change state of rest or state of uniform motion along a straight line. ഒരു ബോഡി അതിന്റെ നിശ്ചലാവസ്ഥയോ എന്നുള്ള അതിന്റെ സ്റ്റേറ്റോ അവസ്ഥയോ, അതല്ലെങ്കിൽ നേർരേഖയിലൂടെയുള്ള സമാന ചലനം എന്നുള്ള അതിന്റെ അവസ്ഥയോ ചേഞ്ച് ചെയ്യുന്നതിനെ എതിർക്കുക. ഇറ്റ് റെസിസ്റ്റ്, എതിർക്കുന്നു, ടു ചേഞ്ച് ഇറ്റ് ഓഫ് ചേഞ്ച്, ആ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന എതിർക്കുക എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ് തന്നെ നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. ആ സ്റ്റേറ്റ് മാറുന്നതിനെ എതിർക്കുകയാണ് അവർക്ക് വേണ്ടത് മാറാതൊക്കെ അതേ സ്റ്റേറ്റിൽ നിൽക്കുക. ഇതിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് വിളിക്കുക. ഇനേർഷ്യ നമുക്ക് മെയിൻ ആയിട്ട് 3 രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ടൈപ്സ് ഓഫ് ഇനേർഷ്യ, ജഡത്വം 3 രൂപത്തിലുണ്ട്. ചില ബുക്കിൽ 2 രൂപത്തിലും പറയാറുണ്ട്. ഒന്ന് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്, നിശ്ചല ജഡത്വം. മറ്റൊന്ന് ഇനേർഷ്യ ഓഫ് മോഷൻ, ചലന ജഡത്വം. പിന്നെ ചില ബുക്കിൽ 3 രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. ചലന ജഡത്വത്തിൽ തന്നെ അതിന്റെ ഒരു സബ് കാറ്റഗറി ആയിട്ട് ചിലപ്പോൾ 3ാമത്തത് പറയാറുണ്ട്. നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് പറയാം, നമുക്ക് ഓരോന്നോരോന്ന് പറഞ്ഞു പോകാം. സോ ടൈപ്സ് ഓഫ് ഇനേർഷ്യ. ഒന്ന് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലുള്ള ബോഡി, ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ് ടു റിമെയിൻ അറ്റ് റെസ്റ്റ്. റെസ്റ്റിലുള്ള ഒരു ബോഡിക്ക് റെസ്റ്റിൽ തന്നെ നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. നിശ്ചലാവസ്ഥയിലുള്ള ഒരു ബോഡിക്ക് നിശ്ചലാവസ്ഥയിൽ തന്നെ തുടരാനുള്ള പ്രവണതനെയാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വിളിക്കുക. It is the property of a body by which it resists to change its state of rest. ഇതിനെയാണ് നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വിളിക്കുക. ഇത് നോക്കൂ, ഇവിടെ പിന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പാസഞ്ചേഴ്സ് ഇൻ എ ബസ് ഫാൾസ് ബാക്ക്വേർഡ് വെൻ ദ ബസ് സ്റ്റാർട്ട് സഡൻലി. നമ്മൾ ഒരു ബസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്, പെട്ടെന്ന് ബസ് മുന്നോട്ടാണ് പോയി. നമ്മൾ ബസ് ഇങ്ങനെ നിർത്തിയിട്ടാണ് നമ്മളവിടെ ഇങ്ങനെ കയറി ബസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ബസ് മുന്നോട്ടിന് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ബാക്കോട്ട് വീഴും, യാത്രക്കാരൊക്കെ ബാക്കോട്ട് വീഴും.
പിടിച്ചു നിൽക്കണില്ലെങ്കിൽ. കാരണം എന്താ, ഓൾറെഡി തുടക്കത്തിൽ ബസ്സും ആളുകളൊക്കെ റെസ്റ്റിലാണ്. അപ്പൊ എന്തിനാ ടെൻഡൻസി ഉണ്ടാവും നമുക്ക് റെസ്റ്റിൽ തന്നെ നിൽക്കാനാണ്. കാരണം നമ്മൾ ഓൾറെഡി റെസ്റ്റിലാണുള്ളത്. ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുക്കുകയാണ്. ബസ് മുന്നോട്ട് എടുക്കുമ്പോൾ ബസ്സിന്റെ ഫ്ലോറും ബസ്സിന്റെ ടയർ അല്ലെങ്കിൽ ബസ്സിന്റെ മെഷീൻ വർക്ക് ചെയ്തിട്ട് ടയർ മുന്നോട്ട് പോകുമ്പോൾ ബസ്സിന്റെ ഫ്ലോർ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അപ്പൊ ഈ ഫ്ലോറുമായിട്ട് ടച്ചിങ്ങിലുള്ള കാല് ബസ്സിന്റെ ഫ്ലോറിനൊപ്പം മുന്നോട്ട് പോകാൻ ശ്രമിക്കുമെങ്കിലും നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ട്രങ്ക്, നമ്മൾ മുകൾ ഭാഗം അപ്പോൾ എന്തിനു തന്നെ നിൽക്കും, അവിടെ തന്നെ റെസ്റ്റ് തന്നെ, അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അടിഭാഗം മുന്നോട്ട് പോകും, മുകൾ ഭാഗം അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. എന്താ സംഭവിക്കുക, നമ്മൾ ബാക്കോട്ട് വീഴും. അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ പാസഞ്ചേഴ്സ് ഇൻ എ ബസ്. നമ്മൾ ഈ എക്സാമ്പിൾ എടുക്കാൻ കാരണം 3ലും ഇതേ എക്സാമ്പിൾ തന്നെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ. ടൈപ്സ് ഓഫ് ഇനേർഷ്യക്ക് വേറെയും ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്കറിയാം. ഇപ്പോ നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇപ്പോ നമ്മൾ സാധാരണ ബ്രാഞ്ചസ് ഓഫ് എ ട്രീ ഒക്കെ നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ നമുക്കൊരു മാംഗോ ട്രീന്റെ നമ്മൾ പിന്നെ അതിന്റെ ചില്ല, അതിന്റെ ബ്രാഞ്ച് നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്യാണ്, കുലുക്കാണ്. അപ്പൊ അതിന്റെ മാംഗോ ഞെട്ടിട്ടിട്ട് താഴേക്ക് വീഴും. എന്താ വീഴാനുള്ള കാരണം, ഇനീഷ്യലി ഈ മാംഗോയും ഈ ബ്രാഞ്ചും ഒക്കെ റെസ്റ്റിലാണ് ഉണ്ടായിരുന്നത്. നമ്മൾ അതിന്റെ കൊമ്പിന് നമ്മൾ പിന്നെ ഷെയ്ക്ക് ചെയ്യാണ്. കൊമ്പ് ഷെയ്ക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇതും പിന്നെ ഈ മാംഗോ അതിന്റെ ഒപ്പം പിന്നെ ആടാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷെ ഇവിടെ മാംഗോ അവിടെ റെസ്റ്റ് തന്നെ നിൽക്കാനുള്ള ഒരു ശ്രമം നടത്തും. അപ്പൊ അതുകൊണ്ടാണ് ഞെട്ടിട്ടിട്ട് വീണത്. നമ്മൾ സാധാരണ കാർപ്പറ്റ് ഒക്കെ പൊടി തട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുടഞ്ഞാൽ മതി. നമ്മൾ വാട്ടർ ഡ്രോപ്പ്ലെറ്റുള്ള വെള്ളം ഉള്ള തുണിയൊക്കെ നമ്മളിങ്ങനെ കുടയുമ്പോൾ വാട്ടറൊക്കെ പുറത്തേക്ക് ചാടും. ഇതിനൊക്കെ കാരണം തന്നെയാണ് ഈ പിന്നെ നമ്മൾ പറഞ്ഞ ഡ്രസ്സിലാണെങ്കിലും കാർപ്പറ്റിലാണെങ്കിലൊക്കെ ഡസ്റ്റോ വാട്ടർ ഡ്രോപ്പ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാവും. നമ്മളത് ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഈ വാട്ടർ ഡ്രോപ്പ്ലെറ്റ്സ് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ നമ്മൾ കുടയുമ്പോൾ അവർ പുറത്തേക്ക് ചാടേണ്ടി വരും. ഇതാണ് പിന്നെ ടൈപ്സ് ഓഫ് ഇനേർഷ്യ. നമ്മൾ ഒന്നാമത്തെ ഇനേർഷ്യ ഓഫ് റെസ്റ്റിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇനേർഷ്യ ഓഫ് മോഷൻ, ചലന ജഡത്വം. ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് എ ബോഡി ഇൻ യൂണിഫോം മോഷൻ ടു റിമെയിൻ ഇൻ യൂണിഫോം മോഷൻ. ഒരേ വേഗതയിൽ ഒരേപോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് അതേ ചലനത്തിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി ഉണ്ടാവും, ഒരു പ്രവണത ഉണ്ടാവും. ഇതിനെയാണ് ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് വിളിക്കുന്നത്. നോക്കൂ, പാസഞ്ചേഴ്സ് ഇൻ എ ബസ് ഫാൾസ് ഫോർവേഡ് വെൻ ദ ബസ് സ്റ്റോപ്സ് സഡൻലി. ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാരെ മുന്നോട്ട് വീഴും, അല്ലെ? പെട്ടെന്ന് ബസ്സിന് ബ്രേക്ക് നമ്മൾ പിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ബസ് എന്നല്ല, നമ്മൾ ഏതൊരു വണ്ടിയിൽ പെട്ടെന്ന് ബസ്സിന് ആ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വീഴാനുള്ള ടെൻഡൻസി ഉണ്ട്, അല്ലെ? നമ്മൾ മുന്നോട്ടാണ് പോകും. അപ്പോൾ ഇങ്ങനെ പോകാനുള്ള കാരണം എന്താ, ഓൾറെഡി നമ്മളെ ബസ്സും നമ്മളൊക്കെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കായിരുന്നു. പെട്ടെന്ന് ബസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ബസ് നിൽക്കും, ബസ്സിന്റെ ടച്ചിൽ നമ്മൾ ഫ്ലോറിൽ ടച്ചിൽ നമ്മൾ കാല് ഒരു പക്ഷേ നിൽക്കും. പക്ഷെ മുകൾ ഭാഗത്തിന് അപ്പം എന്തൊരു ടെൻഡൻസി ഉണ്ടാവും, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അവർ മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ മുന്നോട്ടാണ് നമ്മൾ വീഴാനുള്ള ടെൻഡൻസി ഉണ്ടാവുക, നമ്മൾ മുന്നോട്ട് വീഴും, അല്ലെ? നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ ചാടി ഇറങ്ങുമ്പോൾ, ബസ്സിൽ നിന്നൊക്കെ ഒരാൾ ചാടി ഇറങ്ങേണ്ട സ്ഥിതി വരികയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ മുന്നേ ഇറങ്ങേണ്ടത്, മുന്നിക്ക് ചാടി ഒരു 4 സ്റ്റെപ്പ് ഓടണം എന്നാണ് പറയാ. കാരണം എന്താ, ഓൾറെഡി നമ്മളും ആ വണ്ടിയുടെ കൂടെ ഇങ്ങനെ നമ്മളെ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് നേരെ പുറത്തേക്കാണ് ചാടിയിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീഴാൻ സാധ്യത ഉണ്ട്. കാരണം ബോഡിക്ക് അപ്പോഴും മൂവ് ചെയ്യാന്നുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിന്നെ ബസ്സിൽ നിന്നൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്നൊക്കെ പിന്നെ നമ്മൾ സ്പീഡ് ഒന്ന് കുറച്ചിട്ട് നമ്മൾ പിന്നെ ഒന്ന് ചാടി ഇറങ്ങേണ്ട സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും മുന്നിലേക്ക്, ബസ്സിന്റെ മുന്നിലേക്ക്, ഡോറിൽ നിന്നും മുൻഭാഗത്തേക്കാണ് നമ്മൾ ചാടേണ്ടത്. എന്നിട്ട് ഒരു 2 സ്റ്റെപ്പ് മുന്നിലിട്ടുണ്ട് ഓടുകയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പിന്നെ ഒരു 100 മീറ്റർ ഓട്ട മത്സരം നടത്താണ്, ഫിനിഷിംഗ് ലൈനകത്ത് നമുക്ക് കറക്റ്റ് നമ്മൾ നിൽക്കും, അല്ലേ? നമ്മൾ ഓൾറെഡി കുറച്ചും കൂടി മുന്നോട്ട് ഇങ്ങനെ ഓടാനുള്ള ടെൻഡൻസി ഉണ്ടാവും. നമ്മൾ ഫാൻ സ്വിച്ച് ഓഫ് ചെയ്താലും പിന്നെയും ഫാൻ കുറച്ച് നേരം കൂടിയൊക്കെ കറങ്ങും. കാരണം ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അതിന് മൂവ് ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും എന്നുള്ളതാണ്. ഇതാണ് ഇനേർഷ്യ ഓഫ് മോഷൻ. ഇനി നമ്മൾ അടുത്തത് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഒരു പ്രത്യേക ഡയറക്ഷനിൽ മൂവ് ചെയ്തോണ്ട്, ഇത് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇനേർഷ്യ ഓഫ് മോഷന്റെ മറ്റൊരു സ്പെഷ്യൽ കേസ് ആണ്. കാരണം മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സാധനത്തിനാണ് ഡയറക്ഷൻ ഉണ്ടാവുക, ദിശ ഉണ്ടാവുക. അപ്പൊ ചലനജഡത്തിന്റെ തന്നെ മറ്റൊരു ഭാഗമായിട്ട് ചില ബുക്കിലൊക്കെ പറയാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഇനേർഷ്യ നമുക്ക് 2 രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ, ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഇനേർഷ്യ ഓഫ് മോഷനും. ഇനേർഷ്യ ഓഫ് മോഷന്റെ ഒരു സബാണ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഇനി അല്ലെങ്കിൽ 3 എണ്ണമായിട്ടാണെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ ടെൻഡൻസി ഇവിടെ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡൻസി ഓഫ് എ ബോഡി ഇൻ മോഷൻ ടു റിമെയിൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ബോഡിക്ക്, ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ബോഡിക്ക് അതേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യാനാണ് ടെൻഡൻസി ഉണ്ടാവുക, അല്ലെ? ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ, പാസഞ്ചേഴ്സ് ഇൻ എ ബസ് ഫാൾസ് ടു ഓപ്പോസിറ്റ് സൈഡ് വെൻ ദ ബസ് ടേക്സ് എ കർവ്. നമ്മൾ വണ്ടിയൊക്കെ ഇങ്ങനെ ബസ്സൊക്കെ ഇപ്പൊ
പിന്നെ ഒരു കെർവ് നല്ലൊരു വളവ് കുറച്ച് സ്പീഡിലാണ്ട് ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീഴും അല്ലെ, വീഴാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതിന് കാരണം എന്താ, ബസ് പെട്ടെന്ന് ഇങ്ങനെ പിന്നെ ഒരു സൈഡിലേക്ക് നമ്മൾ തിരിക്കുമ്പോൾ നമ്മൾ ബോഡി ഓൾറെഡി ഇപ്പൊ സ്ട്രൈറ്റ് ലൈനിൽ ഇങ്ങനെ വണ്ടി നേരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളും അപ്പോ ബസ്സൊക്കെ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് നേരെ ഇങ്ങനെ പോവായിരുന്നു. പെട്ടെന്ന് ബസ് വലത്തോട്ട് തിരിഞ്ഞു. പെട്ടെന്ന് ബസ് വലത്തോട്ട് തിരിയുമ്പോൾ നമ്മളെ ബോഡി എപ്പോഴും ഇത് തന്നെ ശ്രമിക്കുക, നേരെ പോകാൻ തന്നെയാണ് ശ്രമിക്കുക. അപ്പൊ നമ്മളെപ്പോഴും നേരെ പോകാൻ ശ്രമിക്കും, ബസ് വലത് സൈഡിലേക്ക് വരും ചെയ്യും. അപ്പോൾ ഇഫക്റ്റില് നമ്മൾ ഇടത് സൈഡിലേക്ക് വീഴുന്നൊരു ടെൻഡൻസി ഉണ്ടാവും. ഇതാണ് ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. പിന്നെ ഇപ്പോ നമ്മള് സാധാരണഗതിയിൽ പിന്നെ ഈ മഡ്ഗാർഡൊക്കെ ഉണ്ടാവും വണ്ടികൾക്ക്, ഈ ചളി ടയറിന്റെ പിന്നെ ചളി ഇങ്ങനെ തെറിച്ചു വരാനുള്ള ഒരു സാധനം വണ്ടിയിൽ വേക്കൽ ഇങ്ങനെ ഉണ്ടാവും, മഡ്ഗാർഡ്. അതിലേക്ക് ചളി ഇങ്ങനെ പറ്റി പിടിക്കണതൊക്കെ ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ ആണ്. കാരണം വണ്ടിയുടെ ചക്രം അങ്ങനെ തിരിയുമ്പോൾ അതിനൊപ്പം മൂവ് ചെയ്യുന്ന ചളി അവര് പിന്നെ നേരെ പിന്നെ അതേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോഴാണ് അത് മഡ്ഗാർഡിലേക്ക് വരിക. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഓരോ എക്സാമ്പിൾസ് ഒക്കെ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ അതുമാണ്. അപ്പോൾ ഇനേർഷ്യ എന്താണ്, ഇനേർഷ്യന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇനി അവിടെ ഒരു പിന്നെ നോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം കൊടുക്കുന്നുണ്ട്, മാസ് ഈസ് ദ മെഷർ ഓഫ് ഇനേർഷ്യ. ഈ ഇനേർഷ്യയുടെ മെഷർ, ഇനേർഷ്യന്റെ അളവ് അത് മാസാണ്. മാസാണ് ഒരു വസ്തുവിന്റെ മാസാണ് അതിന്റെ ഇനേർഷ്യന്റെ അളവ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു മാസ് കൂടുതലുള്ള വസ്തുവിന് ഇനേർഷ്യയും കൂടുതലായിരിക്കും, മാസ് കുറയുമ്പോൾ ഇനേർഷ്യയും കുറയും. മാസ് കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കൂ, പിന്നെ നമ്മൾ സാധാരണ പറയാറുന്ന ഒരു എക്സാമ്പിൾ ആണ്, പിന്നെ ഒരു ആന നമ്മളെ പിന്നെ കുത്താൻ വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഓടണം, സിക്സാഗ് മാനറിൽ അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞു പൊളിഞ്ഞു ഓടണം എന്നാ പറയാ. എന്താ കാരണം, കാരണം ആനക്ക് മാസ് കൂടുതലാണ്, അപ്പൊ ഇനേർഷ്യയും കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന പോലെ ആനക്ക് ചിലപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കഴിയണമെന്നില്ല. ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടൊക്കെയാണെങ്കിൽ ആനക്ക് നമ്മളെക്കാളും സ്പീഡ് ഓടാൻ കഴിയും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അത്രയും പെട്ടെന്ന്, കാരണം മാസീവ് ആയിട്ടുള്ള പിന്നെ ബോഡികൾക്ക് ഇനേർഷ്യയും കൂടും, ഒരേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവും. ഈ വണ്ടിയിലൊക്കെ ഓവർലോഡ് കയറ്റുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഓട്ടോയിലൊക്കെ കുട്ടികളെ ഇപ്പൊ സ്കൂൾ സമയത്തൊക്കെ കൂടുതൽ പിന്നെ കുത്തി നിറച്ച് വരുമ്പോൾ അപകടം ഉണ്ടാവും എന്ന് പറയാനുള്ള കാരണം എന്താ, മാസ് കൂടും, മാസ് കൂടുമ്പോൾ ഇനേർഷ്യ കൂടും, ഇനേർഷ്യ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ പിന്നെ വണ്ടിയുടെ കുറുകെ ചാടി കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുക, പിന്നെ ബ്രേക്കിൽ ഇപ്പോൾ കിട്ടണമെന്നില്ല, കാരണം മൂവ് ചെയ്തുകൊണ്ടൊക്കെ മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. തിരിക്കുമ്പോൾ ചിലപ്പോൾ പിന്നെ അതേപോലെ തിരിക്കാൻ കഴിയണം നിർബന്ധമില്ല, കാരണം അപ്പോഴും ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ അവിടെ വരും. അപ്പോൾ അപകടം കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെ ഇനേർഷ്യ മാസിനെ ഡിപ്പെൻഡന്റ് ചെയ്യുന്നുണ്ട്, ഇനേർഷ്യ ഡയറക്റ്റ്ലി ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കാൻ നോക്കുക. ഒക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. നന്നായിട്ട് എന്തെങ്കിലും പഠിക്കുക, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.